2005-ൽ മോഹൻലാൽ തന്മാത്ര എന്ന സിനിമയിൽ കാഴ്ചവെച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച പ്രകടനങ്ങളിലൊന്നാണെന്ന് ക്രിട്ടിക്സും ഫാൻസും ഇന്നും പറയുന്നു. അൽഷിമേഴ്സ് രോഗിയായുള്ള അദ്ദേഹത്തിന്റെ അഭിനയം ഹൃദയഭേദകമായിരുന്നു. എന്നിട്ടും മികച്ച നടനുള്ള അവാർഡ് പോയത് ബ്ലാക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനായിരുന്നു. ഇന്ത്യയുടെ നാഷണൽ ഫിലിം അവാർഡുകൾ രാജ്യത്തെ ഏറ്റവും വലിയ സിനിമാ ബഹുമതിയായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തെ മികച്ച സിനിമകളെ ആഘോഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. എന്നാൽ ഈയിടെയായി ഈ അവാർഡുകൾ കയ്യടികളേക്കാൾ കൂടുതൽ വിവാദങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ കലയാണോ അംഗീകരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും അതിനെ മറികടന്നോ എന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. 2025-ൽ ഷാറൂഖ് ഖാന് ജവാൻ എന്ന സിനിമയ്ക്ക് ആദ്യമായി നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഈ ഡിബേറ്റ് പുതിയ തലത്തിലെത്തി. അതെ, ജവാൻ എന്ന സിനിമയ്ക്ക്. സ്വദേശിലെ ഗംഭീരമായ അഭിനയത്തിനോ, മൈ നെയിം ഈസ് ഖാനിലെ ഇമോഷണൽ പ്രകടനത്തിനോ, ചക് ദേ ഇന്ത്യയിലെ ഇൻസ്പയറിംഗ് റോളുകൾക്കോ അല്ല അവാർഡ് കിട്ടിയത്, ഒരു സ്റ്റൈലൈസ്ഡ് ആക്ഷൻ പടത്തിന്. ഈ അവാർഡ് ഒരു വലിയ ചോദ്യം വീണ്ടും ഉയർത്തി. നാഷണൽ അവാർഡുകൾ സിനിമയുടെ മികവിനാണോ, അതോ താരങ്ങളുടെ പ്രശസ്തിക്കും ബോക്സ് ഓഫീസ് കളക്ഷനുമാണോ പ്രാധാന്യം നൽകുന്നത്? നാഷണൽ ഫിലിം അവാർഡുകളെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രധാന വിവാദങ്ങൾ നോക്കാം. തന്മാത്ര 2005 മോഹൻലാലിന്റെ മാസ്റ്റർ പീസ് കണ്ടില്ലെന്ന് നടിച്ചു. 2005-ൽ മോഹൻലാൽ തന്മാത്ര എന്ന സിനിമയിൽ കാഴ്ചവെച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച പ്രകടനങ്ങളിലൊന്നാണെന്ന് ക്രിട്ടിക്സും ഫാൻസും ഇന്നും പറയുന്നു. അൽഷിമേഴ്സ് രോഗിയായുള്ള അദ്ദേഹത്തിന്റെ അഭിനയം ഹൃദയഭേദകമായിരുന്നു. എന്നിട്ടും മികച്ച നടനുള്ള അവാർഡ് പോയത് ബ്ലാക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനായിരുന്നു. സ്റ്റാർ പവർ പൊളിറ്റിക്സ് എന്ന സംസാരം പതിയെ ഒരു വലിയ വിമർശനമായി മാറി. മോഹൻലാലിന് കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചെങ്കിലും ദേശീയ തലത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചത് വലിയൊരു അനീതിയായി തോന്നി. അല്ലു അർജുന്റെ പുഷ്പയിലെ വിജയം അഭിനയ മികവിനേക്കാൾ കരിഷ്മയ്ക്ക് പ്രാധാന്യം നൽകിയോ? 2021-ൽ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുൻ മികച്ച നടനുള്ള അവാർഡ് നേടിയപ്പോൾ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ തെലുങ്കു നടനായി അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. പലരും ഇത് ആഘോഷിച്ചപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തു. പുഷ്പ ഒരു മാസ് എന്റർടൈനർ ആയിരുന്നു. അതിന്റെ സ്റ്റൈലിനും അല്ലു അർജുന്റെ കരിഷ്മയ്ക്കും വലിയ കയ്യടി കിട്ടി. എന്നാൽ ആ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനം അതായിരുന്നു? പലരും വാദിച്ചത് അതേ വർഷം ചില മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യ, ജയ് ഭീം, ഫഹദ് ഫാസിൽ, മാലിക്, ധനുഷ്, കർണൻ, ജോജു ജോർജ്, നായാട്ട്. അല്ലു അർജുന്റെ അവാർഡ് ആഴത്തിലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനല്ല, മറിച്ചൊരു കമേഴ്ഷ്യൽ സ്റ്റാർ ടേൺ ആയിരുന്നാണ് വിമർശകർ പറഞ്ഞത്. RRRന് ശേഷം തെലുങ്കു സിനിമയുടെ വളർച്ച നോക്കുമ്പോൾ റീജിയണൽ സ്വാധീനമോ പൊളിറ്റിക്കൽ ഇടപെടലോ ജൂറി റൂമിൽ നടക്കുന്നുണ്ടോ എന്ന് പലരും സംശയിച്ചു. ഇന്ത്യ ആൻഡ് റീജിയണൽ സിനിമകളുടെ പ്രശ്നം. ഡോക്ടർ ബിജുവിന്റെ സിനിമകൾ തുടർച്ചയായി ഒഴിവാക്കപ്പെടുന്നു. ഡോക്ടർ ബിജു ഇന്ത്യയിലെ പ്രശസ്തനായ ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാൻ, മോസ്കോ, ഷാങ്ഹായ് തുടങ്ങിയ വലിയ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നാഷണൽ അവാർഡുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകളെക്കുറിച്ച് വലിയ മൗനമാണുള്ളത്. നാഷണൽ അവാർഡുകൾ ബോളിവുഡ് പൊളിറ്റിക്സ് കേന്ദ്രീകൃതമാണ് എന്ന് ഡോക്ടർ ബിജു തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കലയ്ക്ക് പ്രാധാന്യം കുറയുമ്പോൾ ഈ വാദം തള്ളിക്കളയാൻ പ്രയാസമാണ്. സുഡാനി ഫ്രം നൈജീരിയ, ഈ മാ യാവു എന്നിവയെ അവഗണിച്ചു. 2019-ൽ സുഡാനി ഫ്രം നൈജീരിയ, ഈ മാ യാവു എന്നീ രണ്ട് മികച്ച മലയാള സിനിമകൾക്ക് നിരവധി സംസ്ഥാന അന്തർദേശീയ അവാർഡുകൾ ലഭിച്ചിരുന്നു. എന്നിട്ടും മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് ഈ രണ്ട് സിനിമകൾക്കും കിട്ടിയില്ല. പകരം ഹെല്ലാറോ എന്ന സിനിമയ്ക്കാണ് കൊടുത്തത്. ഈ തീരുമാനം റീജിയണൽ ജൂറി ബയസിന്റെയും ലോബിയിങ്ങിന്റെയും ആരോപണങ്ങൾക്ക് കാരണമായി. മലയാളത്തിലെ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ സ്ഥിരമായി തഴയപ്പെടുന്നു. ഉയരെ, ടേക്ക് ഓഫ്, ഒറ്റമുറി വെളിച്ചം, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ തുടങ്ങിയ ശക്തമായ നിരൂക്ഷണ പ്രശംസ നേടിയ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ നാഷണൽ അവാർഡുകളിൽ സ്ഥിരമായി ഒഴിവാക്കപ്പെടുന്നു. പുരുഷ കേന്ദ്രീകൃത കഥകൾക്കും ബോളിവുഡ് സിനിമകൾക്കും മുൻഗണന നൽകുമ്പോൾ റീജിയണൽ സിനിമയിലെ ശക്തമായ സ്ത്രീപക്ഷ സിനിമകൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല. കലയേക്കാൾ ഐഡിയോളജി വലുതാകുമ്പോൾ സമീപത്തെ ഏറ്റവും വിവാദമായ ഒരു അവാർഡാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് കിട്ടിയത്. ആ സിനിമയുടെ വസ്തുതാപരമായ പിഴവുകൾക്കും ഇസ്ലാമോഫോബിക് നിലപാടുകൾക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പലർക്കും ഇതൊരു മോശം സിനിമ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു അപകടകരമായ തുടക്കവുമായിരുന്നു. ഒരു വിമർശകൻ പറഞ്ഞതുപോലെ, പ്രൊപ്പഗാൻഡ സിനിമകൾക്ക് നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ അത് സിനിമയ്ക്കുള്ള അംഗീകാരം എന്നതിലുപരി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി മാറുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് അവാർഡ് നൽകുന്നത്? സ്വദേശിലെ മികച്ച അഭിനയം കാണാതെ പോകുന്നതും പുഷ്പയുടെ കമേഴ്ഷ്യൽ വിജയത്തെ ആഘോഷിക്കുന്നതും ശക്തമായ സ്ത്രീപക്ഷ സിനിമകളെ സ്ഥിരമായി ഒഴിവാക്കുന്നതും കാണുമ്പോൾ നാഷണൽ ഫിലിം അവാർഡുകൾ ഒരേ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും നേരിടുന്നു. അവർ മികച്ച അഭിനയത്തേക്കാൾ മാസ് അപ്പീലിന് പ്രാധാന്യം നൽകുന്നു. അവർ ഇപ്പോഴും വൈവിധ്യമാർന്ന റീജിയണൽ സിനിമകളെക്കാൾ ബോളിവുഡിന് പ്രാധാന്യം നൽകുന്നു. അവർ കലയേക്കാൾ പൊളിറ്റിക്സിന് പ്രാധാന്യം നൽകുന്നു. സിനിമയും ഐഡിയോളജിയും തമ്മിലുള്ള അതിർവരം ഇത്രയധികം മാഞ്ഞു പോകുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, വാട്ട് ആർ വി ട്രൂലി സെലിബ്രേറ്റിംഗ് വിത്ത് ദീസ് അവാർഡ്സ്?
And what message does it send to filmmakers striving for genuine artistic expression?